ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്നത് മസ്ലിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ്. പ്രീമിയം മസ്ലിനിൽ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത് വരുന്നു. ഫസ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് കളറിൽ നല്ല അടിപൊളി ഒരു റെഡാണ് കേട്ടോ. ഒരു പേസ്റ്റൽ റെഡ് എന്ന് പറയാം. ഒരു റെയറായിട്ട് വരുന്ന ഒരു റെഡ് കളറാണ് കേട്ടോ. ഇത് ഉൾവശമാണ്. അത് ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് ഉൾഭാഗം ആ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വരും. ഇതാ ഇങ്ങനെയാണ് ക്ലോത്തിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ. നിഴലടിക്കുകയൊന്നുമില്ല കേട്ടോ, നിഴലടിക്കാത്ത ഫാബ്രിക്കാണ്. കണ്ടോ, ഇതാ ഞാൻ കൈ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെ നിഴലടിക്കുകയൊന്നുമില്ല. പിന്നെ ലൈനിങ് ഒക്കെ വേണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ വരുന്നു. നമുക്ക് സാരിക്കൊക്കെ ആണെങ്കിലും പറ്റുന്ന ഫാബ്രിക്കാണ്. സാരി, ഫ്രോക്ക്, സ്കേർട്ട്, ടോപ്പ്, കുർത്തീസ്, അങ്ങനെ എന്തിനും പറ്റുന്ന നല്ലൊരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഒരു വൈറ്റ്, ലൈറ്റ് ബ്ലൂ ആൻഡ് ഒരു ഡാർക്ക് ബ്ലൂ, ഒരു ചെറുതായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ്, ഒരു ബ്ലാക്ക് ഷെയ്ഡ്, അങ്ങനെ കുറച്ച് കളർ ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ക്ലോത്തിൻ്റെ ആ ഒരു വ്യൂ വരുന്നത് കേട്ടോ. പേസ്റ്റൽ റെഡ്, നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണാൻ കിട്ടാത്ത ഒരു റെഡാണ് കേട്ടോ. ഈ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ. നമ്മൾ വേറെ ക്ലോത്തിലൊക്കെ ഈ ഒരു ഡിസൈൻ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, മൾട്ടി കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. അതുപോലെ വരുന്ന ഒരു വെറൈറ്റി ഡിസൈനാണ്. നമുക്ക് കുറേ ബോട്ടം ഷോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഉണ്ടോ, ഇത് ഫുള്ള് ഒന്ന് നിവർത്തി കാണിച്ചു തരാം. അതായത് ഉൾവശമാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ഫുൾ വ്യൂ വരുന്നു കേട്ടോ. നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ ഇതുപോലെ മൾട്ടി ഡിസൈൻ വരുന്ന നല്ലൊരു ഫാബ്രിക്ക്. 44 ഇഞ്ച് വിഡ്ത്ത് വരുന്നു. മസ്ലിൻ്റെ റേറ്റ് വരുന്നത് 120 റുപ്പീസാണ് കേട്ടോ, 120 രൂപ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു സൂപ്പർ ഒരു എലഗൻറ്റ് ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. റേറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ, അതും ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. ഒരു വെറൈറ്റി എന്ന് പറയാവുന്ന ടൈപ്പിലുള്ള ഡിസൈൻസാണ് കേട്ടോ എല്ലാം തന്നെ. അപ്പോൾ ഇത് നമുക്കൊരു പിങ്കിൽ ഓഫ് വൈറ്റ് കളറിലാണ് ഈ ഒരു ഡ്രോയിങ് പോലെ തോന്നുന്ന ടൈപ്പ് ഔട്ട്ലൈനായിട്ട് വരുന്ന ടൈപ്പ് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ അത് ചുളുക്കം വന്നുകൊണ്ടാണ് ഞാൻ അതിൻ്റെ നല്ല ഭാഗം കാണിച്ചു തരാം. ഇങ്ങനെ മടക്കി വെക്കുമ്പോഴേ ചുളുങ്ങി വരുന്നു. അപ്പോൾ അതാ ഇങ്ങനെ വരുന്ന ക്ലോസർ വ്യൂ. പിങ്ക് ഷെയ്ഡിൽ നല്ലൊരു ഓഫ് വൈറ്റ് ഡിസൈൻ വരുന്ന ഫാബ്രിക്ക്. ഒരു ഷൈനിങ് ഉള്ള ഫാബ്രിക്കാണ് കേട്ടോ. മസ്ലിൻ എന്ന് പറയുമ്പോൾ ഷൈനിങ് ഉള്ള ഒരു ഫാബ്രിക്കാണ്. നമുക്ക് വെയർ ചെയ്യാൻ കംഫർട്ടബിളാണ്. ഈ ഒരു റെയിനി സീസണിലൊക്കെ ആണെങ്കിലും പെട്ടെന്നൊക്കെ ഉണങ്ങി കിട്ടാൻ പറ്റുന്ന ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് റയോണിൽ കഴിഞ്ഞ ദിവസം റീലിട്ടിരുന്നു. പക്ഷേ കുറേ പേരൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ മാത്രം കാണുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ വീഡിയോ ചെയ്താലേ അവർക്കത് കിട്ടുള്ളൂ. അപ്പോൾ ദാ ഇങ്ങനെ നല്ലൊരു ഡിസൈനാണ്. നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ. ഇതിനിടയ്ക്ക് പനി വന്ന് കിടപ്പായിപ്പോയി, അത് കാരണം പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ വരുന്നു. നമ്മുടെ ബേസ് ഫാബ്രിക്കിൻ്റെ ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡും പിന്നെ ഒരു ക്രീമി ഷെയ്ഡും കൂടെ വരുന്ന, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്നതാണ് ഡിസൈൻ. അതിൽ ഫോയിൽ പ്രിൻറ്റും കൂടെ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സാണ്. നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ദാ ഇങ്ങനെ കണ്ടോ, ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. 112 ആണ് കേട്ടോ. 112 രൂപയാണ് റേറ്റ് വരുന്നത്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക്കാണ്. റയോൺ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ച് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ല കളേഴ്സാണേ. അപ്പോൾ ഇത് നിഴലടിക്കുമൊന്നുമില്ല കേട്ടോ. അതാ കണ്ടോ, നിഴലടിക്കാത്ത ഫാബ്രിക്കാണ്. നമുക്ക് എലൈൻ കുർത്തിയൊക്കെ ആണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ സൈഡ് സ്ലിറ്റ് കുർത്തി വരുമ്പോഴത്തേനും അതൊന്ന് സ്റ്റിഫായിട്ട് കുറച്ചിതായിട്ട് നിൽക്കണമെങ്കിൽ ലൈനിങ് വേണമെന്ന് മാത്രം.
അടുത്തത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് കേട്ടോ. ഇത് ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ കറക്റ്റ് കളർ വരുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയപ്പോഴത്തേക്കും കളർ ഏതാണ്ട് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇത് നിവർത്തുമ്പോൾ കളറ് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പയ്യെ ഒന്ന് നിവർത്താതാ ഇങ്ങനെയാണ് കേട്ടോ. ക്ലോത്തിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നെ കൊടുത്തത്. സെയിം ഒരു പാറ്റേൺ തന്നെയാണ് എല്ലാം. ബേസ് കളറിൻ്റെ പേസ്റ്റൽ ഷെയ്ഡും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറും ചേർന്ന് വരുന്ന ഡിസൈനിൽ ഫോയിൽ പ്രിൻ്റ്, ഓൾ ഓവർ ഫോയിൽ പ്രിൻറ്റും കൂടെ വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള പാറ്റേൺ വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിഴലടിക്കുകയൊന്നുമില്ല. അതിങ്ങനെ ഫുള്ളും ആ ലീഫിലും ഫ്ലവറിലും ഒക്കെ ഫോയിൽ പ്രിൻറ്റ് വരുന്നുണ്ട്. ഫോയിൽ പ്രിൻ്റാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ കേട്ടോ. ഇനി ഇതിൻ്റെ അടുത്ത കളറ് വരുന്നത് ഈ ഒരു കളറ്, ഇത് ആഷോ ബ്ലൂവോ ബ്ലാക്കോ ഏതാന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അടിപൊളി ഒരു കളറാണ് കേട്ടോ. നേവി ബ്ലൂ ആണെന്ന് പറയാൻ പറ്റില്ല, ബ്ലാക്കാന്നും പറയാൻ പറ്റില്ല, ആഷാന്നും പറയാം. മൂന്നും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ്. അതിൻ്റെ ഡിസൈൻ കണ്ടോ, ആ ഒരു പാറ്റേണിൽ അതിൻ്റെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നിവർത്തി കാണിച്ചു തരാം. ഇതൊക്കെ നിവർത്തിയിട്ടും അങ്ങനെ കളറിന് വലിയ വ്യത്യാസം വരുന്നില്ല. യെല്ലോ നിവർത്തിയിട്ട് ഒട്ടും കളറ് കിട്ടുന്നില്ല. അതൊരു റെയർ യെല്ലോ ആയതുകൊണ്ടായിരിക്കും. കണ്ടോ, അതാ ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. ഇനി യെല്ലോയുടെ ഞാൻ ലാസ്റ്റ് നിവർത്തിയുള്ള പിക്കിടാം. പക്ഷേ കളറ് കറക്റ്റായിട്ട് ആയിരിക്കില്ല. ഞാൻ ഒരു ഭംഗി കാണണമെങ്കിൽ അങ്ങനെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു കേട്ടോ. കണ്ടോ, നല്ല ഇതായിട്ട് ഫ്ലോ ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ. അതാ ഇങ്ങനെ വരുന്നു. ഷോളിനും ഒക്കെ നല്ലതാണ് കേട്ടോ. കുറച്ച് ലേശം ഒരു കട്ടി ഉണ്ടാവുന്നേ ഉള്ളൂ. ഷോളായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ എല്ലാ മൾട്ടി യൂസിനും പറ്റുന്ന ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് കളറ്. വീണ്ടും ബാക്ക്ഗ്രൗണ്ട് മാറി കളറ് കറക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ റെഡ് ഒരു നമുക്കൊരു 2 ടോണാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഓറഞ്ച് ടച്ചും കൂടെ വരുന്ന ഒരു റെഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതും ഒരു റെയർ കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ വരുന്ന ഫാബ്രിക്. ഈ ഒരു ഫാബ്രിക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ഡിസൈനാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പിനാണേലും നീ ലെങ്ത്തിനാണേലും കുർത്തിക്കാണേലും ഒക്കെ പറ്റുന്ന ഒരു ഡിസൈനാണ്. യങ്സ്റ്റേഴ്സിനും ഒക്കെ നല്ല ഡിമാൻഡുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫാബ്രിക് ആണേലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആയതുകൊണ്ട് അതും ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് 112 രൂപയാണ്. 44 ഇഞ്ച് വിഡ്ത്ത് വരുന്നു. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്